നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം ദേശാഭിമാനി പത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കൊടിപിടിച്ച വിവാദമായിരുന്നു ഇവിടെ ഉണ്ടായത്. മറ്റ് പത്രങ്ങൾ പലതിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഈ നടപ്പ് ദോഷങ്ങളോ ചില വാർത്തകൾ പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളോ ഒക്കെ പലപ്പോഴും ഈ പത്രങ്ങളുമായി കേന്ദ്രീകരിച്ചുകൊണ്ടും ചാനലുകളുമായി കേന്ദ്രീകരിച്ചുകൊണ്ടും ഒക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല ചാനലുകളിലും കൊടുത്തുപോയ വാർത്തയിൽ തെറ്റുണ്ടെന്ന് കരുതിയിട്ട് വാർത്ത പിൻവലിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദേശാഭിമാനിയിൽ ഇത് സംഭവിച്ചപ്പോൾ മാത്രം അതൊരു വലിയ വാർത്തയായി മാറുന്നു. അതിനകത്തിലെ രസകരമായൊരു കാര്യം അതാണ്. എന്തുകൊണ്ടാണ്? ഒരു പാർട്ടി പത്രം, ആ ഒരു പാർട്ടി പത്രത്തിൽ ഒരു ലേഖകൻ എഴുതിയ, എനിക്കൊന്ന് AR അജയൻ എന്നാണ് തോന്നുന്നത് ഈ വാരാന്ത്യ പതിപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഒരു വ്യക്തി. അപ്പം അദ്ദേഹത്തിൻ്റെതായ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന രാജേഷ് എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ ഒരു നാടക നടനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു ഫീച്ചർ തയ്യാറാക്കുന്നു. ആ ഫീച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ അതാണ് ഫീച്ചർ, ഒരു നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാടക ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫീച്ചർ അവതരണമാണ്. അപ്പോൾ ആ ഫീച്ചറിൽ കള്ളൻ വിജയൻ എന്നായി തലക്കെട്ട്. അപ്പോൾ അത് കാരണം ഈ ഫീച്ചർ പിൻവലിച്ചു, അല്ലെങ്കിൽ വാരാന്ത്യ പതിപ്പ് പ്രിന്റിംഗ് വരെ മുടങ്ങി എന്ന തരത്തിലുള്ള ഒരു വലിയ പ്രചരണം മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നു. ഇവിടെ നമ്മൾ ഇന്ന് എം സ്വരാജ് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് എം സ്വരാജ് പറയുന്നത് ഇതൊരു പത്രത്തിൻ്റെ വിഷയമാണ്. കാര്യം ഇത് ദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഇൻറ്റേണലായി വന്ന ഒരു കാര്യമാണ്. അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യം തൽക്കാലം പത്രത്തിനില്ല എന്നുള്ള വസ്തുതയല്ലേ. ഇപ്പം നമ്മുടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇൻറ്റേണലായി നടക്കുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് എന്തിനാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഒരു തലക്കെട്ടിലാണ് ശരിക്കും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വല്ലാതെ ഹോണ്ട് ചെയ്തു, അല്ലെങ്കിൽ ബാക്കിയുള്ള മാധ്യമങ്ങൾക്ക് വല്ലാതെ ഒരു ഹാലിളകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. എങ്ങനെ കൂട്ടിക്കെട്ടണം, അവിടെയാണ് ഈ മാധ്യമങ്ങളുടെ ഒരു ചില അജണ്ടകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇവിടെയുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. പിണറായി വിജയൻ നമുക്കറിയാം, നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. എങ്ങനെയെങ്കിലും ഈ രീതിയിൽ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവഹേളിക്കണം. അതായത് വിജയൻ എന്ന പേരിനോട് പോലും പാർട്ടി പത്രത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് കള്ളൻ എന്ന് ചേർത്ത് അച്ചടിച്ച് വരുമ്പോൾ പാർട്ടി പത്രത്തിലുള്ളവർക്ക് പോലും, അല്ലെങ്കിൽ പിണറായി വിജയന് പോലും അതിൽ അസഹിഷ്ണുതയുണ്ട് എന്ന് വരുത്തി തീർക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മുഖ്യ അജണ്ടയായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കള്ളൻ വിജയൻ എന്നുള്ള പേര് കേട്ടപ്പോൾ പിണറായി വിജയൻ എന്തോ തുള്ളൽപ്പനി വന്നു. പിണറായി വിജയന് തുള്ളൽപ്പനി വന്നുകൊണ്ട് പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ റെസിഡന്റ് എഡിറ്ററായി എം സ്വരാജിനെ കണ്ടിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പത്രത്തിൻ്റെ അച്ചടി അവസാനിപ്പിക്കുക, വാരാന്ത്യ പതിപ്പിൽ ഇത്തവണ ആ ഫീച്ചർ വേണ്ട എന്നുള്ള നിലയിലേക്ക് ഒരു കാര്യം കൊടുക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അവസാനിപ്പിക്കുന്നു. അവിടുത്തെ റെസിഡന്റ് എഡിറ്റർ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് വാരാന്ത്യ പതിപ്പിൻ്റെ അച്ചടി അവസാനിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പൊതുജനത്തെ അറിയിക്കേണ്ട ആവശ്യം തൽക്കാലം ദേശാഭിമാനി പോലെയുള്ളൊരു പത്രത്തിനില്ല. കാരണം അവിടെ ദേശാഭിമാനിക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം ദേശാഭിമാനി പറഞ്ഞാൽ മതി. ദേശാഭിമാനി ഒരു പത്രമാണ്, അവിടുത്തെ റെസിഡന്റ് എഡിറ്റർക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ എന്തുകൊണ്ടാണ് പത്രത്തിൻ്റെ അച്ചടി നിർത്തിയതെന്നുള്ള കാര്യം. സാങ്കേതിക തകരാറാവാം, അല്ലെങ്കിൽ കണ്ടന്റുകളിൽ ഉണ്ടായ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമാകാം, നമ്മൾ എഴുതി കൊടുക്കുന്ന ലേഖനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും, വൈരുദ്ധ്യങ്ങളാകും, എന്തുമാകാം, എന്ത് കാരണം കൊണ്ട് അത് പൊതുജനത്തെ അറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് ദേശാഭിമാനിയിലെ ഒരു റെസിഡന്റ് എഡിറ്റർക്കും. എന്നിട്ടും ആ റെസിഡന്റ് എഡിറ്ററെ കാണാനായി മാധ്യമങ്ങൾ ചെല്ലുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ വന്നതുകൊണ്ടല്ലേ നിങ്ങൾ അച്ചടി അവസാനിപ്പിച്ചു. എം സ്വരാജ് പറഞ്ഞു, എന്തിനാ അത്? ഞങ്ങൾ അതുകൊണ്ടല്ല, സാങ്കേതിക തകരാറ് മൂലം ഞങ്ങളത് അവസാനിപ്പിച്ചു. ആ തൃപ്തിയാവണം ആ ഉത്തരത്തിൽ. കാരണം പറയുന്നത് പത്രത്തിൻ്റെ ചുമതലയുള്ള ഒരാളാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ടും തൃപ്തിപ്പെടുന്നില്ല. അത് പിന്നീട് നിരന്തരം വാർത്തകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? അവിടുത്തെ ഈ ലേഖനം കൊണ്ടുവന്ന അയാൾക്കെതിരെ, അല്ലെങ്കിൽ AR അജയനെതിരെ നടപടി സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയും മാധ്യമങ്ങളിലൂടെ വന്നു. കാര്യം ശരിയാണ്, ഒരു പത്രമാണെങ്കിലും ഒരു ചാനലാണെങ്കിൽ തന്നെയും അവിടെ ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല എന്ന് മാധ്യമ പ്രവർത്തകരായി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അതാണ് സ്വരാജ് ചോദിക്കുന്നത്. നിങ്ങളുടെ ചാനലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലർക്കും നടപടി നേരിടേണ്ടി വന്നിട്ടില്ലേ, അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നിട്ടില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ഇത് മാത്രം നിങ്ങൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്നു എന്ന് വളരെ ബ്ലൈൻഡായിട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എം സ്വരാജ് ചോദിക്കുമ്പോൾ പലർക്കും മറുപടി പറയാനില്ല. എന്തുകൊണ്ട് ദേശാഭിമാനി ഇത്രത്തോളം വലിച്ചിഴക്കപ്പെടുന്നു? എന്തുകൊണ്ട് എം സ്വരാജ് വലിച്ചിഴക്കപ്പെടുന്നു? എന്തുകൊണ്ട് ആ തലക്കെട്ട് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നു? ചിലർ പറയുന്നു പിന്നെ ഒരേ ഇതിൽ തന്നെ രണ്ട് കള്ളന്മാർ വേണ്ട എന്നുള്ള അനുസരിച്ചിട്ടാണ് കള്ളം വിജയൻ എന്ന് പറയുന്ന ഒരു സാധനം മാറ്റിവെച്ചത് എന്ന് മറ്റൊരു തലത്തിൽ അത് അവതരിപ്പിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ ഒരു മുഖ്യമന്ത്രിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്രം കിണഞ്ഞ് പരിശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു പത്രത്തിൽ എഴുതി, നമുക്ക് ഇപ്പോഴെങ്കിലും അല്ല, വർഷങ്ങൾക്ക് മുൻപ്
ആ വർഷങ്ങൾക്ക് മുൻപ് ഒരു മുഖ്യമന്ത്രിയോടുള്ള പക തീർക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിൻ്റെ, അത് ആരാണെന്ന് എല്ലാവർക്കും വളരെ വൃത്തിയായിട്ട് അറിയാം, ആ നേതാവിന് അവരുടെ പാർട്ടിയിൽ നിന്ന് വീണ്ടും അതേ അനുഭവം നേരിടേണ്ടി വന്നു. അന്നും ആ നേതാവിനെ വീഴ്ത്താൻ ഒരു പെണ്ണുകേസ് ആയിരുന്നെങ്കിൽ ഈ നേതാവിനെ വീഴ്ത്താനും ഒരു പെണ്ണുകേസ് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അതിലെ ചരിത്രപരമായ ഒരു ഐറണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ നേതാവിനെതിരായി ഇവിടെ കള്ളക്കഥയുണ്ടായത് നമുക്ക് വളരെ കൃത്യമായി അറിയാമല്ലോ. ഏത് കഥ? ചാരക്കേസ്. മറിയം റഷീദ എന്ന് പറയുന്ന ഒരു യുവതിയെയും ഒരു മാലി യുവതിയെയും കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ യുവതിയെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ നടത്തിയ കള്ളക്കഥ പ്രചരണം ഒരു പത്രം ഏറ്റെടുത്ത് നടത്തിയായിരുന്നേ. ആ കഥകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്പി നാരായണൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയേണ്ട ഗതികേടുണ്ടായി എന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അത്രത്തോളം ഒന്നും വരില്ലല്ലോ ദേശാഭിമാനിയിൽ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഒരു വാരാന്ത്യ പതിപ്പിൽ ഒരു ലേഖനം അടിച്ചു വന്നാൽ, അത്രയൊന്നും വരില്ലല്ലോ. പിന്നെ എന്തിനാണ് ബാക്കി എല്ലാവർക്കും ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നത്? പിന്നീട് ഇതുവരെയായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ആ പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ആ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ആരെങ്കിലും ചർച്ചകൾ വല്ലതും നടത്തിയോ? കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒരു ലേഖനമെങ്കിലും ഇവരാരെങ്കിലും എഴുതി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പൊതുവിൽ ഇപ്പോഴും ഈ പറയുന്ന പാർട്ടിയോട്, CPM എന്ന് പറയുന്ന പാർട്ടിയോട്, പാർട്ടി പത്രത്തോട്, പാർട്ടിയിലെ നേതാക്കന്മാരോട്, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനോടുള്ള അസഹിഷ്ണുത ഇതുവരെയും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കോ പൊതുജനത്തെക്കുറിച്ച് കുറ്റം പറയുന്നില്ല, ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മാറിയിട്ടില്ല. VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് ഉത്തരവാദിത്വരാഹിത്യത്തോടു കൂടിയുള്ള എന്ത് നുണയെയും പൂർണ്ണ മനസ്സോടുകൂടി എടുത്ത് കഴിക്കാൻ പാകത്തിനാണ് നമ്മളെല്ലാവരും പോയി ഇരിക്കുന്നത്. മാധ്യമങ്ങളായി ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല. വിശ്വസനീയമായ ഒന്നും VD സതീശൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. നമുക്കറിയാം മംഗലാപുര യാത്രയെക്കുറിച്ച് ആർക്കും ഒന്നും മിണ്ടാനില്ല. ഈ മംഗലാപുര യാത്രയിൽ പോയിരുന്നത് പിണറായി വിജയൻ ആയിരുന്നെങ്കിലോ അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം ഇതേ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കില്ലായിരുന്നു. എന്തിനു പോയി? കള്ളം പറയുകയാണ് എന്ന തരത്തിൽ വരെ ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുകയില്ലായിരുന്നോ? പിണറായി വിജയനെതിരായി 4 ബൈറ്റ് കിട്ടും എന്ന് കരുതിയിട്ട് ഇപ്പോഴും സ്വപ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. അത് നമുക്കറിയാം. അപ്പോൾ ഈ രീതിയിലാണ് മാധ്യമങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് M സ്വരാജ് വളരെ കൃത്യമാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നടപടി നേരിട്ടിട്ടില്ലേ പലർക്കും? അതെന്തിനാണ് പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത്? ഞങ്ങളുടെ പത്രത്തിൽ ഞങ്ങൾ ഈ പറയുന്ന പലർക്കും പല നടപടികളും ഉണ്ടാകും. അത് പൊതുജനത്തോട് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു പത്രമാണ്, ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ കൃത്യവിലോപം കാണിക്കുകയോ അല്ലെ ഏത് കാര്യത്തിനെങ്കിലും ഒരു നടപടി ഉണ്ടാകും. ആ നടപടി പൊതുജനത്തെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് M സ്വരാജ് വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.